നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻധ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുകയാണെന്ന് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം ബോംബേറിൽ നടന്ന പയ്യന്നൂർ CI ക്വാർട്ടേഴ്സ് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയിൽ നടന്നുവരുന്ന ബസ്തർ ശില്പനിർമ്മാണം ശ്രദ്ധേയമാകുന്നു. ചീമേനി തുറന്ന ജയിലിൽ ഇനി തടവുകാർക്ക് ആധുനിക ചികിത്സാ സംവിധാനം. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് TV രാജേഷ് MLA. വാർത്തകൾ വിശദമായി. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുകയാണെന്ന് പിണറായി വിജയൻ. കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ വിജിലൻസിനെ സമ്മർദ്ദത്തിലാക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതെന്നും പിണറായി. ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ കാണിക്കുന്നത് ബാർക്കോഴ കേസിൽ വലിയ തോതിലുള്ള മലക്കം മറിച്ചൽ വിജിലൻസ് നടത്തുന്നു എന്നുള്ളതാണ്. കാരണം വിജിലൻസിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായി വിഴുങ്ങാൻ കോടതി തയ്യാറായിട്ടില്ല. കോടതി അത് പൂർണ്ണമായി അംഗീകരിച്ചില്ല. വിജിലൻസിനോട് കോടതി കേസ് ഡയറിയും വസ്തുതാന്വേഷണ റിപ്പോർട്ടും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. തട്ടിമുട്ടി ഈ ബജറ്റ് KM മാണിയെ കൊണ്ട് തന്നെ അവതരിപ്പിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ്. അതിപ്പോൾ പൊളിഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഈ റിപ്പോർട്ടോടുകൂടി എല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടൽ, അതിൻ്റെ പിന്നിലുള്ള കള്ളക്കളി കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ കോടതി അതിന്മേൽ കൂടുതൽ റിപ്പോർട്ട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുകയാണ്. അതിന്റെ പ്രകടമായ തെളിവാണ് കേസിന്റെ ആദ്യ റിപ്പോർട്ടിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഇപ്പോഴത്തെ റിപ്പോർട്ട്. വിജിലൻസിന് താല്പര്യമുള്ളവരിൽ നിന്ന് മാത്രമാണ് അവർ മൊഴിയെടുത്തത്. തെളിവ് നൽകാനായി ചിലർ സ്വമേധയാ മുന്നോട്ട് വന്നപ്പോൾ അത് കേൾക്കാൻ പോലും വിജിലൻസ് തയ്യാറായില്ല. സംസ്ഥാന സർക്കാരിന്റെ സമ്മർദ്ദമാണ് ഇതിനു പിറകിൽ, പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ കോടതിയുടെ പ്രതികരണം സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. കേസ് ഡയറിയും വസ്തുതാ റിപ്പോർട്ടുകളും ഹാജരാക്കണമെന്ന് കോടതി പറഞ്ഞത് സ്വാഗതാർഹമാണ്. നിലവിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ KM മാണിയെക്കൊണ്ട് വീണ്ടും ബജറ്റ് അവതരിപ്പിക്കാമെന്ന ഉമ്മൻചാണ്ടിയുടെ മോഹം വ്യാമോഹമായെന്നും പിണറായി പറഞ്ഞു. ജില്ലയിലെ രാഷ്ട്രീയ കേസുകളുടെ കാര്യത്തിൽ RSSന്റെ അജണ്ട നടപ്പിലാകുന്നുണ്ടെന്നും ചോദ്യത്തിന് മറുപടിയായി പിണറായി വ്യക്തമാക്കി. ജില്ലയിൽ പരമ്പരാഗത തൊഴിലുകളെല്ലാം തകർച്ചയുടെ വക്കിലാണെന്നും ഇത്തരം മേഖലകളിൽ ജോലി ചെയ്യുന്നവരുടെ ജീവിതം അനുദിനം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണെന്നും പിണറായി കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരെ കാണുന്നതിന് മുന്നോടിയായി പയ്യന്നൂരിലെ വിവിധ തുറകളിൽപ്പെട്ട പൗരപ്രമുഖന്മാരുമായും പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. പിലാത്തറയിലും ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. പിലാത്തറയിലെ സ്വീകരണ പരിപാടിയോടെയാണ് നവകേരള മാർച്ചിന്റെ മൂന്നാം ദിന പര്യടനം തുടങ്ങിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ്
മാർച്ച് പിലാത്രയിൽ എത്തിച്ചേർന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പിലാത്ര സ്വീകരണ വേദിയിൽ എത്തിച്ചേർന്നത്. ടി.വി. രാജേഷ് എം.എൽ.എയും പ്രവർത്തകരും ചേർന്ന് പിണറായിയെ വേദിയിലേക്ക് ആനയിച്ചു. അഴിമതി നടത്തുന്നതിന് ഉമ്മൻചാണ്ടി പുതിയ വഴികൾ തേടുകയാണ്. അഴിമതിയുടെയും അതിൻ്റെ മാർഗങ്ങളുടെയും കലവറയാണ് ഉമ്മൻചാണ്ടി. ഈ അഴിമതി നമ്മുടെ നാടിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കും. ഇനി ഇത് തുടരാൻ വിട്ടാൽ അത് നമ്മുടെ ഭാവി തലമുറയോട് ചെയ്യുന്ന മഹാ അപരാധമായിരിക്കുമെന്നും സ്വീകരണ യോഗത്തിൽ സംസാരിച്ചുകൊണ്ട് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. അസംസ്കൃത പദാർത്ഥങ്ങൾക്കുമെല്ലാം വലിയ തോതിൽ വില കൂടിയിരിക്കുന്നു. ഉൽപ്പന്നത്തിന് വില കുറയുന്നു. അപ്പോൾ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നാട്ടിലെ കൈത്തറിയെ സംരക്ഷിക്കാൻ ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇത് തന്നെയാണ് ബീഡിയുടെയും അവസ്ഥ. ബീഡിയും വലിയ തളർച്ച നേരിടുകയാണ്. തളർച്ച നേരിടുന്ന ബീഡി വ്യവസായത്തെ സംരക്ഷിക്കാനൊരു നടപടിയുമില്ല. കൂടുതൽ കൂടുതൽ ഭാരം ബീഡിയുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇപ്പോൾ ദിനേശ് ബീഡി വലിയ തോതിലുള്ള പ്രതിസന്ധി ഏർപ്പെട്ടിരിക്കുന്നു. സാധാരണ നിലയിൽ ആ ബീഡി വ്യവസായത്തെ സംരക്ഷിക്കാൻ ഒരു സഹകരണ സ്ഥാപനം എന്ന നിലക്ക് നികുതി ഇളവാണ് സർക്കാർ നൽകേണ്ടത്. പക്ഷേ ഇവിടെ കൂടുതൽ കൂടുതൽ നികുതി അടിച്ചേൽപ്പിക്കുകയാണ്. ടി.വി. രാജേഷ് എം.എൽ.എ സ്വീകരണ യോഗത്തിൽ അധ്യക്ഷനായി. എം.പി. രാജേഷ് എം.പി, പി.കെ. ശ്രീമതി ടീച്ചർ എം.പി, ഇ.പി. ജയരാജൻ എം.എൽ.എ, കെ.കെ. രാഗേഷ് എം.പി, സി.പി.ഐ.എം ജില്ലാ സെക്രട്ടറി പി. ജയരാജൻ, എം.വി. ജയരാജൻ, ടി.പി. ദാമോദരൻ തുടങ്ങി നിരവധി നേതാക്കൾ യോഗത്തിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിലാത്ര ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പിണറായി വിജയൻ സന്ദർശിച്ചു. പിലാത്രയിലെ സ്വീകരണ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഹോപ്പിലെത്തിയത്. നവകേരള മാർച്ചിന്റെ പിലാത്രയിലെ സ്വീകരണത്തിന് ശേഷമാണ് പിണറായി വിജയൻ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് സന്ദർശിച്ചത്. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി ജയമോഹനൻ സംഘത്തെ സ്വീകരിക്കുകയും സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഹോപ്പിലെ മുഴുവൻ അന്തേവാസികളെയും നേരിട്ട് കണ്ട് കുശലാന്വേഷണം നടത്തിയ പിണറായി സന്ദർശക പുസ്തകത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നില്ല. കുറച്ചു സമയം അന്തേവാസികൾക്കൊപ്പം ചെലവഴിച്ചാണ് പിണറായി വിജയൻ മടങ്ങിയത്. ജാഥാംഗം ഗോവിന്ദൻ മാസ്റ്റർ, ടി.വി. രാജേഷ് എം.എൽ.എ, പി. ജയരാജൻ, കെ. പത്മനാഭൻ, പി. ദാമോദരൻ എന്നിവരും പിണറായി വിജയനോടൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പിണറായി വിജയൻ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലും സന്ദർശനം നടത്തി. ജീവനക്കാരും നേതാക്കളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാവിലെ 11 മണിയോടെ പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലെത്തിയ പിണറായി വിജയനെ ജീവനക്കാരും തൊഴിലാളി നേതാക്കളും ചേർന്ന് ഹാരമണിയിച്ച് വരവേറ്റു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി. പിണറായിക്കൊപ്പം എം.വി. ഗോവിന്ദൻ മാസ്റ്റർ, സി. കൃഷ്ണൻ എം.എൽ.എ, ടി.ഐ. മധുസൂദനൻ, വി. നാരായണൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ഖാദി കേന്ദ്രത്തിന്റെ വികസനത്തിനായി സർക്കാരിൽ ഇടപെടുമെന്നും അദ്ദേഹം സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ഉദ്ദേശിക്കുന്നത് ഇന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒരു നവകേരളം സൃഷ്ടിക്കലാണ്. അപ്പോൾ ആ ഉദ്ദേശത്തോടെ ഉള്ളൊരു ജാഥയുടെ ഭാഗമായാണ് ഇവിടെ എത്തിയത്. നിങ്ങളെ എല്ലാവരെയും കഴിഞ്ഞ ദിവസം ബോംബെയിൽ നടന്ന പയ്യന്നൂർ CI ക്വാർട്ടേഴ്സ് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കെ. സുധാകരനും DCC പ്രസിഡന്റ് കെ. സുരേന്ദ്രനും ഞായറാഴ്ച ക്വാർട്ടേഴ്സിലെത്തി. പയ്യന്നൂരിലെ CI ക്വാർട്ടേഴ്സിലെത്തിയ മുൻ മന്ത്രി കെ. സുധാകരൻ CI P.K. മണിയോട് സംഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. പ്രതികരിക്കുന്ന പോലീസ് ഓഫീസർമാരെ നിർവീര്യമാക്കാൻ CPM നടത്തുന്ന ഈ കാടൻ സമീപനത്തെ ഒരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ലെന്നും നേതൃത്വത്തിന്റെ അറിവോടെ തന്നെയാണ് ഈ അക്രമം CPM നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും ഇന്നലെ അവരുടെ പാർട്ടിയുടെ നേതാവിൻ്റെ നവകേരള യാത്ര വരുന്ന ഒരു ദിവസത്തിന് തലേന്നാൾ ഈ ഒരു അക്രമം നടത്തുക എന്ന് പറയുമ്പോൾ നേതൃത്വത്തിൻ്റെ അറിവില്ലാത്തൊരു അക്രമമാവാൻ സാധ്യതയില്ല. നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയാണ് ഈ അക്രമം. പ്രതികരിക്കുന്ന പ്രവർത്തിക്കുന്ന പോലീസ് ഓഫീസർമാരെ നിർവീര്യമാക്കാൻ CPM നടത്തുന്ന ഈ കാടൻ സമീപനവും കാടൻ പ്രവൃത്തിയും ഒരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ല. കേരളത്തിലൊരു സർക്കാർ ഉണ്ടെങ്കിൽ
കേരളത്തിൽ ആത്മവീര്യമുള്ള ഒരു പോലീസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പിറകിലുള്ള ദുഷ്ടശക്തികളെയും അക്രമികളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ ഇവരെ കൊണ്ടുവരണം. AP നാരായണൻ, MK രാജൻ, കല്ലത്ത് രാമചന്ദ്രൻ, VN എരിപുരം എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. DCC പ്രസിഡന്റ് K സുരേന്ദ്രനും പയ്യന്നൂർ CI ക്വാർട്ടേഴ്സ് സന്ദർശിച്ചു. CPM രാഷ്ട്രീയ പ്രസ്ഥാനമല്ലെന്നും നക്സലേറ്റ് പ്രസ്ഥാനത്തിന്റെ ജോലിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബോംബാക്രമണം, ആ ബോംബ് പൊട്ടി ഇതിനകത്തുള്ള കുടുംബം, അത് SI ആകട്ടെ CI ആകട്ടെ, SIയും SIയുടെ കുടുംബവും CI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ കുടുംബങ്ങളും ഇല്ലാതാകണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്, അവരെ കൊല്ലുക, അവരെ വകവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വലിയ ഒരു ക്രിമിനൽ സംവിധാനം നടത്തിയിരിക്കുന്നത്. താലിബാൻ മോഡൽ അക്രമമാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുള്ള. ഇത് CPM ആണ്. CPM നടത്തി എന്നതിനെ സംബന്ധിച്ചുള്ള ചില തെളിവുകൾ ഇന്നലെ ഞാൻ ഈ ഫ്ലോറൻസിക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പം ബോംബിൻ്റെ അംശങ്ങൾ അവർ പരിശോധിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിന് മുമ്പ് പയ്യന്നൂരിൽ ഒരു ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട്, അതേ സെയിം സാധനങ്ങളാണ്. AP നാരായണൻ, K ജയരാജ്, കല്ലത്ത് രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് റഷീദ് കവായി, PP ദാമോദരൻ, AP ശ്യാമള എന്നിവർ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ചീമേനി തുറന്ന ജയിലിൽ ഇനി തടവുകാർക്ക് ആധുനിക ചികിത്സാ സംവിധാനം. രോഗികൾക്കായുള്ള ടെലിമെഡിസിൻ സംവിധാനം പ്രവർത്തന സജ്ജമായി. ചീമേനി തുറന്ന ജയിലിൽ തടവുകാർക്ക് ഇനി ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ ചികിത്സ തേടാം. ഇതിനുള്ള അത്യന്താധുനിക സംവിധാനം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇതിനായി ടെലിമെഡിസിൻ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. കേരളത്തിൽ ടെലിമെഡിസിൻ സംവിധാനമുള്ള ഏത് ആശുപത്രിയിലെ ഡോക്ടർമാരുമായും ഇനി ഇവിടുത്തെ ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ രോഗവിവരങ്ങൾ പങ്കുവയ്ക്കാം, ചികിത്സ തേടാം. ഇത് തടവുകാർക്ക് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്. ചികിത്സ ഇപ്പം അവർക്ക് വിദഗ്ധ ചികിത്സ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന ഡോക്ടർമാരായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇവർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തിയിട്ട് അവർക്ക് നമുക്ക് ആ ചികിത്സ നൽകുവാൻ ഇവിടെ തന്നെ സാധിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള ഫോക്ലോർ അക്കാദമിയിൽ നടന്നുവരുന്ന ബസ്തർ ശില്പനിർമ്മാണം ശ്രദ്ധേയമാകുന്നു. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിലെ ദോഖ്ര വിഭാഗത്തിൽപ്പെട്ട ആദിവാസി കുടുംബങ്ങളാണ് ശില്പങ്ങൾ ഒരുക്കുന്നത്. നാടോടി ശില്പരചനാ വൈഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഈ ആദിവാസി കുടുംബങ്ങൾ. മനസ്സിൽ രൂപം കൊള്ളുന്ന ചിത്രങ്ങൾ ശില്പമായി രൂപകൽപ്പന ചെയ്യുകയാണിവർ. 4000 വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്ന നാടോടി ലോഹക്കൂട്ടിൻ്റെ മാതൃകയിലാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനമായ ചിറക്കൽ കോവിലകത്ത് പ്രത്യേകം ചൂളകളും ഇവർ ഇതിനായി ഒരുക്കി. പുറ്റുമണ്ണും തേനീച്ചയുടെ മെഴുകും ചേർത്ത് നിർമ്മിക്കുന്ന രൂപങ്ങളെ ഉരുക്കിയൊഴുക്കുന്ന ലോഹക്കൂട്ടിലേക്ക് പകർന്നു നൽകിയാണ് ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. പരമ്പരാഗത ശില്പങ്ങൾക്കൊപ്പം കണ്ണാടി, ഓപ്പണർ, അലങ്കാര വസ്തുക്കൾ, വാതിൽപ്പടി തുടങ്ങി നിരവധി ഉപകരണങ്ങളും ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. ബസ്തർ ശില്പങ്ങളെക്കുറിച്ച് കേരളത്തിന്റെ മണ്ണിൽ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ടെന്ന് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി M പ്രദീപ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. താവം റെയിൽവേ ഗേറ്റിൽ ലോറി ഇടിച്ച് ഗേറ്റ് തകരാറിലായി. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഗേറ്റിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ഗേറ്റ് ബെൻഡാവുകയായിരുന്നു. ഇതേ തുടർന്ന് ഗേറ്റ് അടക്കാൻ പറ്റാത്ത അവസ്ഥയായി. മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം റെയിൽവേ തടഞ്ഞു. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ റെയിൽവേ ഗേറ്റിന്റെ ഇരുവശങ്ങളിലും സർവീസ് നിർത്തി. ഇത് യാത്രക്കാരെ ഏറെ വലച്ചു. 1 കിലോമീറ്ററോളം നടക്കേണ്ട അവസ്ഥയായിരുന്നു യാത്രക്കാർക്ക്. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ റെയിൽവേ ഗേറ്റിന്റെ ബെൻഡ് നിവർത്തിയതോടെ പ്രശ്നത്തിന് പരിഹാരമായി. താവം റെയിൽവേ ഗേറ്റിൽ ട്രാഫിക് പോലീസിനെ നിയമിക്കാത്തത് റെയിൽവേ ഗേറ്റിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനും ഗതാഗതക്കുരുക്കിനും കാരണമാവുന്നുണ്ട്. ഗേറ്റിലിടിച്ച ലോറി നിർത്താതെ പോവുകയായിരുന്നു. ഇതിനെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കണ്ണൂർ ജില്ലാ ചോക്ക് ബോൾ അസോസിയേഷൻ ആതിഥ്യമരുളുന്ന പ്രഥമ ചോക്ക് ബോൾ ചാമ്പ്യൻഷിപ്പ് ചെറുപുഴയിൽ നടന്നു. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 8ഓളം ടീമുകൾ പങ്കെടുത്തു. ഇപ്പോൾ ഇതിവിടെ വന്നുകൊണ്ട് ഈ നാട്ടിലെ ആൾക്കാരോട് ഒരു ചെറിയ അപേക്ഷ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഇതാണ്. കുട്ടികളെ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിലേക്ക് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒന്ന്, അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരും, അവർക്ക് കൂടുതൽ കാര്യക്ഷമത ഉണ്ടാവും, അവർക്ക് കൂടുതൽ ഫിസിക്കൽ എഫിഷ്യൻസി ഉണ്ടാവും. അതുകൂടാതെ അരവഞ്ചാൽ ഗവൺമെന്റ് യു പി സ്കൂൾ പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി 8ഓളം പുരുഷ വനിതാ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മത്സരത്തിന്റെ ഉദ്ഘാടനം പെരിങ്ങും CRPF ADGP TJ ജേക്കബ് നിർവഹിച്ചു. PV തമ്പാൻ അധ്യക്ഷനായി. ജേക്കബ് മാണി, ജില്ലാ ചോക്ക് ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അരുൺ ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ടെൻഡർ നടപടി പൂർത്തിയായി. 1,32 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പദ്ധതിയുടെ പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് TV രാജേഷ് MLA അറിയിച്ചു. മാടായി ചെറുതാഴം ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് രാമപുരം പുഴയ്ക്ക് കുറുകെയാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. 38.5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന് ഉള്ളത്. നബാർഡിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിനായി 1,32 ലക്ഷം രൂപ അനുവദിച്ചു. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ സാധിക്കും. കൃഷിക്കാർക്ക് ഇത് ഏറെ പ്രയോജനകരമാകും. പ്രദേശത്തെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇവിടുത്തെ പഴയ മരപ്പാലം മാറ്റി പുതിയ പാലം നിർമ്മിക്കുക എന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് TV രാജേഷ് MLA പറഞ്ഞു. 2013 അതിനുവേണ്ടി ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ച് ചേർത്ത് തീരുമാനിക്കുകയും ഗവൺമെൻറ് സമർപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ RIDF 20 ഉൾപ്പെടുത്തി 1,31 ലക്ഷം രൂപ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നതിന് വേണ്ടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ടെൻഡറായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ സ്ഥലം മാർക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. 38 മീറ്റർ നീളമുണ്ട്. പാലത്തിന് 4 മീറ്റർ വീതിയുമുണ്ട്. വലിയ വാഹനങ്ങൾ കൂടി കടന്നുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഈ പാലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറുകിട ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുഹാസിനി, KK രഞ്ജിത്ത്, P രാജൻ, M പവിത്രൻ, PP കരുണാകരൻ മാസ്റ്റർ തുടങ്ങിയവർ MLAക്കൊപ്പം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടന്ന യൂണിറ്റ് കുടുംബസംഗമം ഉദനൂർ സെൻട്രൽ AUP സ്കൂളിൽ നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. അധിഷ്ഠിതമായ നയപരിപാടികൾ ആവിഷ്കരിക്കാതെ പൊതുവായിട്ടുള്ള ഒരു സംഘടന നിലക്ക് തീർച്ചയായും ഈ സംഘടനയ്ക്ക് അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ട് ഈ പൊതുസമൂഹത്തിൽ. അത് ഞാൻ എപ്പോഴും ഈ സംഘടനയുടെ യോഗത്തിൽ പറയാറുണ്ട്. ഇതിൻ്റെ കൃഷ്ണേട്ടനൊക്കെ ഞാൻ സ്ഥിരമായി പങ്കെടുക്കുന്ന യോഗത്തിലൊക്കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥിരമായി കൃഷ്ണേട്ടനൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാനതുകൊണ്ട് തന്നെ അങ്ങനെ പറയാറുണ്ട്. നമ്മൾ ഇന്നെല്ലാവരും വല്ലാത്ത ചുരുങ്ങി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ യോഗത്തിൽ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പെൻഷനർ അംഗം KV ഗോപാലനെയും ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും പെൻഷനറുമായ KP ലക്ഷ്മിയെയും KSSPU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V കൃഷ്ണൻ, KSSPU ജില്ലാ പ്രസിഡന്റ് KCS നായർ എന്നിവർ ഉപഹാരം നൽകി അനുമോദിച്ചു. KSSPU നീലേശ്വരം ബ്ലോക്ക് പ്രസിഡന്റ് K ജയറാം പ്രകാശ്, സെക്രട്ടറി K സുജാതൻ മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം T രാഘവൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം V നാരായണൻ മാസ്റ്റർ, ഉദനൂർ സെൻട്രൽ UP സ്കൂൾ പ്രധാനാധ്യാപകൻ V ഹരിദാസ്, VK സുരേന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പഴയങ്ങാടി മുത്തൂറ്റ് ഫിൻകോർപ്പിന് മുന്നിൽ CITU കേരള പ്രൈവറ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എംപ്ലോയീസ് യൂണിയൻ ധർണ നടത്തി. K അശോകൻ ഉദ്ഘാടനം ചെയ്തു. പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമാണല്ലോ മാടായി കോപ്പറേറ്റീവ് ബാങ്ക്. അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എത്ര ശതമാനം പലിശ എടുക്കുന്നത്? ഇവിടെയോ TV-യിലൊക്കെ തന്നെ പരസ്യം കാണുന്നുണ്ടല്ലോ. ശരാശരി പലിശ നിരക്ക് 30%. 2 മാസത്തിനകം നിങ്ങൾ എടുത്തിട്ടുള്ള തുക അടച്ചു നിർത്തുന്നെങ്കിൽ പലിശ 24% കുറയും. 30% പലിശ എടുക്കുകയാണ്. മുത്തൂറ്റ് ഫിൻകോർപ്പിന്റെ തൊഴിലാളി ദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു പഴയങ്ങാടി മുത്തൂറ്റിന് മുന്നിൽ ജീവനക്കാരും CITU പ്രവർത്തകരും സമരം നടത്തിയത്. വരും ദിനങ്ങളിൽ സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. IV ശിവരാമൻ, K ചന്ദ്രൻ, KV സന്തോഷ്, PP ഷമ്മീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
കരിവള്ളൂർ ദേശീയപാതയിൽ ബൈക്കിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. കരിവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ PV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് മരിച്ചത്. കരിവള്ളൂർ നെടുവപ്പുറത്തെ PV ബാലകൃഷ്ണൻ മാസ്റ്ററാണ് അപകടത്തിൽ മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടം. ഉടൻ തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് 2016-17 വർഷത്തെ പദ്ധതി രൂപീകരണ സെമിനാർ ചെറുകുന്ന് ബോർഡ് സ്കൂളിൽ നടന്നു. കില ഫാക്കൽറ്റി AP ഹംസക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും പ്രസക്തിയും അനിവാര്യതയുമാണ്. ഇപ്പൊ ഗ്രാമസഭ എന്നത് ഭരണഘടനാ വേദിയാണ് എന്ന് പറയാം. ഗ്രാമസഭയുടെ പ്രസക്തി ആ ഉത്തരവിൽ പറഞ്ഞ മാറ്റങ്ങൾ മാർഗരേഖയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഉള്ളത്. ഇത് പ്രകാരം വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചുമതലകൾ നേരത്തെയുള്ള മാർഗരേഖയിലുള്ള ചുമതല തന്നെ എന്താണ് എന്ന് നോക്കുക. നമ്മൾ നേരത്തെ കണ്ടത് പോലെ ഒരു പ്രാദേശിക ഗവൺമെന്റിൽ നിലവിലുള്ള ഭരണ സംവിധാനങ്ങളിൽ നിലവിലുള്ള എന്താണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PK പ്രേമൻ, K ഷൈന, K മോഹൻ, KC അനിത, MV ബാലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കണ്ടലുകളുടെ തോഴനായി ചെറുകുന്ന് താവത്തെ കണ്ടൽ രാജൻ. താവം പുഴയോരത്തെ കണ്ടൽ കാടുകൾ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ഈ പരിസ്ഥിതി സ്നേഹി. പുഴയാണ് രാജന്റെ ലോകം. പുഴയോരത്തെ പച്ചപുതിപ്പിക്കുക എന്ന തീവ്ര ശ്രമത്തിലാണ് പാറയിൽ രാജൻ എന്ന കണ്ടൽ രാജൻ. ചെറുപ്രായത്തിൽ തന്നെ മത്സ്യത്തൊഴിലാളിയായിരുന്ന രാജൻ അക്കാലത്ത് തുടങ്ങിയ കണ്ടൽ പ്രേമം ഇന്നും തുടർന്നു പോരുന്നു. പഴയങ്ങാടി താവം പുഴയോരത്ത് തലയുയർത്തി നിൽക്കുന്ന കണ്ടൽ വനങ്ങളിൽ ഏറിയ ഭാഗവും രാജൻ വെച്ചുപിടിപ്പിച്ചതാണ്. പുഴയിൽ മത്സ്യസമ്പത്ത് നിലനിൽക്കണമെങ്കിൽ കണ്ടൽക്കാടുകൾ അത്യാവശ്യമാണെന്ന കുഞ്ഞുനാളിൽ തന്നെ രാജൻ തിരിച്ചറിഞ്ഞിരുന്നു. ആ തിരിച്ചറിവാണ് ഇദ്ദേഹത്തിലെ കണ്ടൽ സ്നേഹം വളർത്തിയത്. ഇന്ന് കടൽ കടന്നെത്തുന്ന നൂറുകണക്കിന് ദേശാടനക്കിളികളുടെ താവളമാണ് പഴയങ്ങാടി പുഴയോരത്തെ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകൾക്കായി സ്വന്തമായി നഴ്സറിയും ഇദ്ദേഹം ഉണ്ടാക്കി. തീരദേശ മേഖലയിൽ കണ്ടൽക്കാടുകൾ വെച്ചുപിടിപ്പിച്ചും പുതുതലമുറക്ക് കണ്ടലുകളുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊടുത്തും ഇദ്ദേഹം തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. കണ്ടൽക്കാടുകൾക്കായി ജീവിതം സമർപ്പിച്ച കണ്ടൽ രാജന് അർഹമായ അംഗീകാരം നൽകാൻ സർക്കാർ ഇന്നേവരെ തയ്യാറായില്ല. ഈ കണ്ടൽക്കാട് വെച്ച് നമ്മൾ ഈ കര സംരക്ഷിക്കുക എന്നത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മളൊരു പച്ചപ്പ് നമ്മൾ ഈ പുഴയോരങ്ങൾ പിടിപ്പിക്കുന്നത് അത് നേരത്തെ നല്ല കാര്യമാണ്. നമുക്ക് ഒരുപാട് വേറെ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ശുദ്ധവായു അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. കാരണം നല്ല കരയിലുള്ള എല്ലാ ചെടികളും ഇന്ന് നശിപ്പിച്ചുകൊണ്ട് നിൽക്കുമെന്ന് മണ്ണെടുക്കുക. അപ്പോൾ അവിടെയുള്ള ചെടികൾ നശിപ്പിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ പുഴയോരങ്ങളിൽ ഒരു കണ്ടൽക്കാട് വെച്ച് പിടിപ്പിച്ച് നമുക്ക് ഒരു ശുദ്ധവായു നമുക്കിനി കിട്ടാൻ പോകുന്നത് നല്ലൊരു വായു കിട്ടുന്നത് ഈ കണ്ടലിലൂടെ മാത്രമേ കിട്ടാൻ പോകുന്നുള്ളൂ. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പെരുമ്പ ബി പൂളിൽ നിന്നും വിരമിക്കുന്ന MV കൃഷ്ണന് സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി. KPCC ജനറൽ സെക്രട്ടറി VA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ആ വികാരം നമുക്ക് മുറിച്ചു മാറ്റാൻ കഴിയില്ല. മനുഷ്യന്റെ നാള ബന്ധമാണ് തൊഴിലാളികളുമായുള്ള ബന്ധം. അവിടെ വർഗമില്ല, വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വേഷമില്ല. തൊഴിലാളി എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ഘാടകൻ എത്തി. തൊഴിലാളി എന്ന് പറയുന്നത് എന്താണ്? ഒരു തൊഴിലാളിയുടെ നിർവചനത്തിൽ നമ്മളെല്ലാം കാണുന്നത് ഒരു വലിയ ബന്ധമാണ്. DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ ഉപഹാര സമർപ്പണം നടത്തി. AP നാരായണൻ, UV രാമചന്ദ്രൻ, KM ബുഷ്ര, K മോഹനൻ, N സുധീർ, T ബാലകൃഷ്ണൻ, NV വിജയൻ എന്നിവർ സംസാരിച്ചു. മൊട്ടാമ്പ്രം മിനാറിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ പാലിയേറ്റീവ് പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുപക്ഷെ പ്രവാചകന്റെ ജീവിത സന്ദേശമായിരിക്കാം ഏറ്റവും ഉദ്ഘാടനം ചെയ്തു. KC ഖമറുദ്ദീൻ, ബുഷ്ര, K മുസ്തഫ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ചടങ്ങിന്റെ ഭാഗമായി ഫസ്റ്റ് മൂവ് ട്രാൻസ്പോർട്ട് സാന്ത്വന ചികിത്സയ്ക്കായി നൽകുന്ന ഫണ്ടിന്റെ വിതരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പലിയേരി പൊതുശ്മശാനം ജനകീയ കൂട്ടായ്മയിൽ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തുടക്കമെന്ന നിലയിൽ 200ഓളം പേർ ചേർന്ന് ശ്മശാനം ശുചീകരിച്ചു. പലിയേരിയിലെ പൊതുശ്മശാനം നിർമ്മിച്ചിട്ട് 14 വർഷത്തോളമായി. ജനകീയ കൂട്ടായ്മയിലാണ് ഈ ശ്മശാനം പണിതത്. ഇത് ആധുനികവൽക്കരിക്കുന്നതിന്റെ പ്രാരംഭ നടപടി എന്ന നിലയിലാണ് 200ഓളം പേർ ചേർന്ന് ശ്രമദാനം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ് കരുവള്ളൂർ. മുടിക്കാനം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാലയം തിരുനാൾ സമാപിച്ചു. തിരുനാളിന്റെ ഭാഗമായി വിവിധ പ്രാർത്ഥനകളും നടന്നു.
മുടിക്കാനം വിശുദ്ധ അന്തോണീസ് തീർത്ഥാലയത്തിൽ നടന്നുവന്ന തിരുനാൾ മഹോത്സവം സമാപിച്ചു. ജനുവരി 10 മുതൽ 17 വരെയായിരുന്നു തിരുനാൾ മഹോത്സവം നടന്നത്. തിരുനാളിൻ്റെ ഭാഗമായി വിവിധ ചടങ്ങുകളും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ജപമാല, നൊവേന, ദിവ്യബലി തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത്. സമാപന ദിവസമായ ഞായറാഴ്ച നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ബെനഡിക്റ്റ് അറക്കൽ നേതൃത്വം നൽകി. തുടർന്ന് ഊട്ടുനേർച്ചയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. എരമം നടുവിലക്കുനി ജയ്ഹിന്ദ് സമിതി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം MV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജയഭാരത് ജനശ്രീ മിഷൻ, പയ്യന്നൂർ പ്രിയദർശിനി ആശുപത്രി എന്നിവയുടെ സഹകരണത്തോടെയാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നടുവിലക്കുനിയിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ജനശ്രീ പയ്യന്നൂർ ബ്ലോക്ക് KRP NV മധുസൂദനന്റെ അധ്യക്ഷതയിൽ എരമംകുറ്റൂർ പഞ്ചായത്ത് അംഗം MV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ ഉദ്ഘാടന യോഗത്തിൽ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിലായി ഡോക്ടർമാരായ വിജയകുമാർ, ഫാസിൽ ഷാജഹാൻ, ഹരികൃഷ്ണൻ എന്നിവർ രോഗികളെ പരിശോധിച്ചു. നിരവധി പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കുഞ്ഞിമംഗലം പ്രീമിയർ ലീഗിന്റെ ഭാഗമായി വിളംബര ജാഥ നടന്നു. ജനുവരി 17 മുതൽ ഫെബ്രുവരി 2 വരെയാണ് ഫുട്ബോൾ ടൂർണമെന്റ്. രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 8ഓളം ടീമുകൾ പങ്കെടുക്കും. ചാമ്പ്യന്മാർക്ക് കായക്കൂൽ ഹംസ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും 11,111 രൂപ പ്രൈസ് മണിയും ലഭിക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി നടന്ന വിളംബര ഘോഷയാത്ര കുഞ്ഞിമംഗലം പഞ്ചായത്ത് പരിസരത്ത് നിന്ന് പ്രസിഡന്റ് M കുഞ്ഞിരാമൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ MKP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ അണിനിരുന്ന ഘോഷയാത്ര ആണ്ടാങ്കോവിൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയത്തിന്റെ നേതൃത്വത്തിൽ ചുമർ ചിത്രകലാ ക്യാമ്പ് 21 മുതൽ കുഞ്ഞിമംഗലത്ത് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. വല്ലാർകുളങ്ങര ഭഗവതി കോട്ടത്തിൽ, കുഞ്ഞിമംഗലം തെക്കുമ്പോഴുള്ള വല്ലാർകുളങ്ങര ഭഗവതി കോട്ടത്തിൽ വെച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചുമർചിത്ര പഠന ശില്പശാലയാണ് നടത്താൻ പോകുന്നത്. ഒന്ന്, ഈ ചുമർചിത്ര ശൈലി നമുക്ക് ഈ ഉത്തര കേരളത്തിൽ അന്യമാണ്. പണ്ട് കാലങ്ങളിലുണ്ടായിരുന്നു. പല തറവാടുകളിലും പഴയ അമ്പലങ്ങളിലൊക്കെ ചുമർചിത്രമുണ്ടായിരുന്നു. കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ സംഗ്രഹാലയവും കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരത് ഭവനും ഫോക്ലാൻഡ് ദേശീയ നാടൻ കലാസ്ഥാപനവുമായി ചേർന്ന് ഇൻടാക്കിന്റെ സഹകരണത്തോടെയാണ് ജനുവരി 21 മുതൽ 30 വരെ കുഞ്ഞിമംഗലം തെക്കുംപാട് വല്ലാർകുളങ്ങര ഭഗവതി കോട്ടത്ത് വെച്ച് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചുമർചിത്ര പഠനത്തിനായുള്ള ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രസിദ്ധ ചുമർചിത്രകാരൻ KR ബാബുവാണ് ക്യാമ്പ് നയിക്കുന്നത്. 50ഓളം ചിത്രകാരന്മാർ ക്യാമ്പിൽ പങ്കെടുക്കും. ഉത്തര കേരളത്തിൽ ആദ്യമായിട്ടാണ് കേരളത്തിന്റെ തനത് ചിത്രകലാരീതിയിൽ ചിത്രകലാ ശില്പശാല നടത്തുന്നതെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 21-ന് TV രാജേഷ് MLA ശില്പശാല ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനം കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M കുഞ്ഞിരാമനും ഉദ്ഘാടനം ചെയ്യും. നിരവധി പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിന്റെ ഭാഗമായി പങ്കെടുക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഡോക്ടർ V ജയരാജൻ, K പത്മനാഭൻ, KV രാജേന്ദ്രൻ, TV ചന്ദ്രൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പാണപ്പുഴ പറവൂർ മണികണ്ഠപുരം ധർമ്മശാസ്ത്ര ക്ഷേത്രം അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിന് തുടക്കമായി. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളുടെ ആചാര്യവരണവും വിഗ്രഹ എഴുന്നള്ളിപ്പും നടന്നു. തന്ത്രി നടുവത്ത് പുടയൂറില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയെ മറ്റു തന്ത്രിവര്യന്മാരെയും പൂർണ്ണകുംഭത്തോടെ വരവേറ്റു. സ്ത്രീകളും കുട്ടികളും മുത്തുകുടകളും താലപ്പൊലിയുമായുള്ള ഘോഷയാത്രയിലൂടെ വിഗ്രഹ എഴുന്നള്ളിപ്പും നടന്നു. അഷ്ടബന്ധ ബ്രഹ്മകലശത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളും ഉത്സവ ചടങ്ങുകളും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കുറിഞ്ഞി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി നാൾമരം മുറിക്കൽ ചടങ്ങ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു.
ഇനി കാണാം മാറ്റൊലി. മാറ്റൊലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. സ്ത്രീ പീഡന വാർത്തകൾ മാധ്യമങ്ങളും പൊതുസമൂഹവും സജീവമായി ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാരുടെ അനുഭവങ്ങൾ വാർത്തയാകാതെ പോകുന്നുവോ? നെറ്റ്വർക്ക് ചാനൽ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. പുരുഷ പീഡനവും രണ്ട് പീഡനങ്ങളുടെ യഥാർത്ഥ കാരണം കുടുംബ അന്തരീക്ഷത്തിലുള്ള അസ്വസ്ഥതകളാണ്. ജീവിത സങ്കല്പത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വന്ന മാറ്റമാണ് യഥാർത്ഥത്തിൽ സ്ത്രീ പീഡനത്തിൻ്റെയും പുരുഷ പീഡനത്തിൻ്റെയും കാരണം. സ്ത്രീകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ സ്വാതന്ത്ര്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് സമൂഹം മാറുകയും ചെയ്തപ്പോൾ സ്ത്രീകളുടെ മേലുള്ള അക്രമങ്ങൾ വർദ്ധിക്കുകയും അതിൻ്റെ ദുരന്തഫലമായിക്കൊണ്ട് കുടുംബ അന്തരീക്ഷത്തിൽ അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കൂടുകയും വൈകാരികമായും അതുപോലെ തന്നെ മാനസികമായും അത്തരം പക്വതയില്ലായ്മ സംഭവിക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും അവർ അവരുടെ വിവാഹ ജീവിതത്തിലൂടെ ലഭിക്കേണ്ടുന്ന സൗകര്യങ്ങൾ ലഭ്യമാകാതെ വരികയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകളും കുടുംബപരമായ വിഷയത്തിൽ ഇത്തരം അക്രമങ്ങൾക്കും വിധിയാകുന്നത് പോലെ തന്നെ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നു. കാര്യത്തിൽ പറയാൻ ഇവിടെ ആളുകളുണ്ട്. പക്ഷേ പുരുഷന്മാർക്ക് എന്ന പ്രശ്നങ്ങൾ വന്നാൽ അത് പറയാനിടെ ആരും ഇല്ല. ആണുങ്ങൾ പല വിഷയങ്ങൾ നടക്കുന്നവരാണ്. അതിനെപ്പറ്റി പറയാൻ ഇവിടെ ആരും മുന്നിൽ എടുക്കുന്നില്ല. ഇപ്പോൾ സ്ത്രീകളുടെ കാര്യത്തിൽ എല്ലാം മുൻപന്തിയിലാണ്. ഉന്നത നീതിപീഠമടക്കം തയ്യാറാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും ഒരു സ്ത്രീ ഒരു പീഡന വിഷയവുമായി അവർ ഒരു പരാതിയുമായി പോയാൽ ലഭിക്കുന്ന പ്രാധാന്യം പുരുഷ മേഖലയിലും ലഭിക്കണം. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് പുരുഷ പീഡനത്തെക്കുറിച്ചും അത് പല രീതിയിലും, കാരണം പല മേഖലയിലും ദുർവിനിയോഗം ചെയ്തുകൊണ്ട് തരത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, മാനസികമായും മറ്റും പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന പുരുഷ സമൂഹത്തിനും തുല്യനീതി ഉറപ്പാക്കാനുള്ള നടപടി കൈക്കൊള്ളണം എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സ്ത്രീ പീഡനമാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിലും നമ്മുടെ സമൂഹത്തിൽ മൊത്തമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷേ അത് കൂടുതൽ വിപുലീകരിച്ച് കാണുന്നത് കൊണ്ടാണോ എന്ന് പറയാൻ കഴിയില്ല. പുരുഷ പീഡനം പൊതുവെ തമസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അതും ചില സ്ഥലങ്ങളിൽ വ്യാപകമായി ഇത് നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്നത് സ്ത്രീകൾക്കെതിരോ ഒന്നുമല്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യനീതിയും തുല്യ സ്വാതന്ത്ര്യമുണ്ടെന്ന ഭരണഘടനയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് സ്ത്രീ വിരുദ്ധമല്ല. പക്ഷേ പുരുഷന്മാർക്കും ദുർബലരായ പറഞ്ഞ ശബ്ദം കൊണ്ടും ഒരുപക്ഷെ ശരീരം കൊണ്ടും ദുർബലരായ പല പുരുഷന്മാരും സ്ത്രീകളിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളേറെ ചർച്ച ചെയ്യപ്പെടേണ്ട, മാധ്യമങ്ങളിലും മറ്റും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കാൻ ലോകപ്രശസ്ത നിർമ്മാതാക്കളുടെ സിമന്റ്, സ്റ്റീൽ, വയറിംഗ്, പ്ലംബിംഗ്, സാനിറ്ററി വെയർ, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് എന്നിവ തിരഞ്ഞെടുക്കാൻ KVDS മൈ സ്വീറ്റ് ഹോം മാത്തിൽ. വിലക്കുറവ്, ഗുണമേന്മ. KVDS മൈ സ്വീറ്റ് ഹോം, BSNL സമീപം, മാത്തിൽ. കാണാം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള മാർച്ച് കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. ബാർക്കോഴ കേസിൽ വിജിലൻസ് മലക്കം മറിയുകയാണെന്ന് പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം ബോംബെയിൽ നടന്ന പയ്യന്നൂർ CI ക്വാർട്ടേഴ്സ് കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. കേരള ഫോക്ലോർ അക്കാദമിയിൽ നടന്നുവരുന്ന ബസ്തർ ശില്പനിർമ്മാണം ശ്രദ്ധേയമാവുന്നു. ചീമേനി തുറന്ന ജയിലിൽ ഇനി തടവുകാർക്ക് ആധുനിക ചികിത്സാ സംവിധാനം. വയലപ്ര റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് TV രാജേഷ് MLA. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.